വെൽക്കം ടു പുളിയും സ്വാദും. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് ഒരു പ്ലം ലോഫ് കേക്കാണ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് 1/4 കപ്പ് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്തെടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി 15 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/4 കപ്പ് വൈനാണ് ഒഴിക്കുന്നത്. ഞാൻ തയ്യാറാക്കിയ മുന്തിരി വൈനാണ് കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസോ മറ്റോ ചേർക്കാവുന്നതാണ്. ഗ്രേപ്പ് ജ്യൂസ് ചേർത്താലും മതിയാവും. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ബ്രൗൺ കളർ ഷുഗർ ചേർത്തിരുന്നു. സാധാരണ വൈറ്റ് ഷുഗർ അല്ല ഞാൻ ചേർത്തത്. വൈറ്റ് ഷുഗർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് വലിയൊരു ബൗൾ എടുത്തിട്ട് ഈ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ വലിയൊരു ബൗൾ തന്നെ എടുക്കുക, നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ച് ചേർക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെൻ്റേത് ഞാൻ ആദ്യം ഇട്ടത് 1 കപ്പ്, ഇപ്പോൾ ഇത് 1/4 കപ്പ് കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പം അത്രയും മൈദയാണ് ഞാനിപ്പം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ, ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വേണം. അതൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാവും. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് അരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ അരിച്ച് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഞാൻ മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ വശത്തേക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്പാറ്റുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അഥവാ സ്പാറ്റുല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് ഈ ഒരു കേക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ബാറ്റർ മിക്സായി വന്നപ്പോഴേക്കും ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ ഇവിടെ ഞാൻ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. അതായത് ഉരുക്കി എടുത്തിട്ടുണ്ട്, പക്ഷേ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ തയ്യാറാക്കിയ ബാറ്റർ ഞാനിവിടെ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോൾഡിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാക്കുന്ന മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ മോൾഡിൽ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് എടുത്താലും മതിയാവും. അങ്ങനെ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. പിന്നീട് ഞാനിവിടെ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അത് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്കൊരു റിങ് ഞാൻ ഇറക്കി വെച്ചു, നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കേക്കിൻ്റെ മിക്സ് എടുത്ത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ബേക്ക് ചെയ്യുന്നത് നമ്മൾ 45 തൊട്ട് 50 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ബ്രൗൺ കളർ ഷുഗർ ചേർക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം, അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അത് ക്ലിയർ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് എനിക്കിവിടെ 45 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അൺമോൾഡ് ചെയ്ത് എടുക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവൂ, എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് വരത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ നമ്മളിതൊന്ന് സോക്ക് ചെയ്തൊക്കെ വെച്ചത്. അതുപോലെ തന്നെ നമ്മൾ വൈൻ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ വൈൻ്റെ റെസിപ്പിയൊക്കെ കാണാത്തവരൊന്ന് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താന്നു പോയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മുടെ കേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ ഒരു കേക്കൊന്ന് ഈ ക്രിസ്മസിന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പുളിയും സ്വാദും.